ഹായ് ഹലോ സ്മാർട്ട് മണി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് ഹോം ലോൺ എടുത്തിട്ട് അതിനെ എങ്ങനെ നമുക്ക് ലാഭകരമായിട്ട് അടച്ച് തീർത്ത് അതിൽ നിന്നും എങ്ങനെ കുറച്ച് ഇൻകം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായും തന്നെ കാണണം എന്നപേക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സ്ഥിരമായൊരു വരുമാനം കിട്ടിത്തുടങ്ങിയാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് കുറച്ച് പൈസ ലോൺ എടുത്തൊരു വീട് വയ്ക്കും. ഓക്കെ, നേരെ ബാങ്കിലേക്ക് പോകുന്നു. ഹോം ലോൺ എടുക്കുന്ന നമ്മുടെ പേപ്പേഴ്സ് എല്ലാം കൊടുത്ത് ഹോം ലോൺ എടുക്കുന്നു. ഹോം ലോൺ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുതിയ വീട് പണിയുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ വീട് വാങ്ങുകയോ ചെയ്യുന്നു. ഓക്കെ, എല്ലാവരും ഹാപ്പിയാണ്. അടുത്ത മാസം മുതൽ EMI വരുന്നു. EMI അടയ്ക്കാൻ തുടങ്ങുന്നു. പിന്നെ നമ്മൾ മന്ത്ലി പുതിയൊരു അതിഥി വരികയാണ് EMI. അപ്പോൾ നമ്മൾ EMI അടച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് എത്ര ശതമാനം പലിശയാണ്, എത്രയാണ് EMI അവർ കണക്കൂട്ടിയിട്ടുള്ളത് ബാങ്ക്, എല്ലാ സംശയം വരും. അപ്പോൾ EMI കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ പെനാൽറ്റി വരും, ബൗൺസിങ് ചാർജ് വരും. അതെല്ലാം നമുക്ക് കുറേശ്ശെ മനസ്സിലാവും. അപ്പം നമുക്ക് EMI എങ്ങനെ ഒരു ഫ്രണ്ടാക്കി നമുക്ക് റിട്ടേൺ ഉണ്ടാക്കാം എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പം നമുക്ക് കുറച്ച് കണക്കുകൾ നോക്കാം. EMIയെക്കുറിച്ചും പലിശയെക്കുറിച്ചുമൊക്കെയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഏകദേശം 50 ലക്ഷം ലോൺ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പലിശ എത്ര വർഷം, 25 വർഷം എന്ന് കഴിഞ്ഞാൽ എത്ര EMI വരും എന്നുള്ളത് നമുക്ക് നോക്കാം. 40,260 രൂപയാണ് EMI വരുന്നത്. അടയ്ക്കേണ്ടുന്ന തുക എന്ന് പറയുന്നത് 50 ലക്ഷം രൂപ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റ് പലിശ 70,78,300, മൊത്തം 1.2 കോടി രൂപ അടയ്ക്കേണ്ടി വരും. നമ്മൾ ഓരോ വർഷവും 2% വീതം EMIയിൽ ഓരോ വർഷവും കൂടുതൽ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലോൺ 17 വർഷവും 8 മാസവും കൊണ്ട് കുറയും. ടോട്ടൽ 1,01,00,000 രൂപയോളം അടച്ചാൽ മതിയാവും. അപ്പോൾ ഓരോ വർഷവും EMI തുകയിൽ അടയ്ക്കുമ്പോൾ 25 വർഷം എന്നുള്ള കാലാവധി ഏകദേശം 17 വർഷവും 8 മാസമായിട്ട് കുറയും. അതായത് 88 മാസം നമുക്ക് കുറച്ചടച്ചാൽ മതി. ഓക്കെ, 1,01,19,473 രൂപ അടച്ചാൽ മതിയാവും. അപ്പോൾ നമുക്കതിലെ സേവിങ്സ് എന്ന് പറയുന്നത് 19 ലക്ഷം രൂപയും 7 വർഷത്തോളവും സേവിങ്സ് ഉണ്ടാവും. 19 ലക്ഷം രൂപ ലാഭമുണ്ട്, 7 വർഷവും ലാഭമുണ്ട്. ഓക്കെ, അപ്പം 25 വർഷത്തെ ലോൺ ഒരു കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 19,58,827 രൂപയാണ് നമുക്ക് ആ കാര്യത്തിലൂടെ ലാഭം ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഏകദേശം ഒരു ചെറിയൊരു SIP കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോം ലോണിനെ എങ്ങനെ സേവ് ചെയ്ത് നേരത്തെ അടച്ച് തീർക്കാം, എങ്ങനെ കുറച്ച് റിട്ടേൺ ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, മന്ത്ലി നമ്മുടെ EMI എന്ന് പറയുന്നത് 40,260 നേരത്തെ പറഞ്ഞല്ലോ. അതിൻ്റെ കൂടെ മന്ത്ലി SIP ഒരു 20%, 40,260 20%, അതായത് 850 രൂപ നമ്മൾ SIP ആയിട്ട് അടയ്ക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം 50 ലക്ഷം രൂപയ്ക്ക് ഏകദേശം 50,000 രൂപയോളം നമുക്ക് ഒരു മാസം EMIക്ക് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ അടയ്ക്കാൻ കഴിയും. 850 രൂപ നമുക്ക് പ്രതിമാസം SIP ആയിട്ട് അടയ്ക്കാൻ കഴിയും. ഓക്കെ, നമ്മളിങ്ങനെ SIP ആയിട്ട് 8,000 രൂപ മന്ത്ലി അടച്ചു കഴിഞ്ഞാൽ വെറും 12% റിട്ടേണിൽ കൂടുതൽ ലഭിക്കുന്ന ഒരുപാട് ഫണ്ടുകളുണ്ട്. 12% റിട്ടേൺ ലഭിച്ചാൽ പോലും 25 വർഷം കഴിയുമ്പോൾ ഏകദേശം 1.5 കോടി രൂപയോളം നമുക്ക് റിട്ടേൺ കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ഹൗസ് ലോൺ അടച്ച അത്രയും പൈസ നമുക്ക് അതിനെക്കാട്ടി ഇരട്ടി പൈസ റിട്ടേൺ കിട്ടി. ഇനി 2% അധികം ഓരോ വർഷവും SIP എമൗണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ 1,72,00,000 രൂപ കിട്ടും. റിട്ടേൺ വീണ്ടും കൂടും. 2% നേരത്തെ EMIയിൽ കൂട്ടുന്ന കാര്യം പറഞ്ഞതുപോലെ SIPയിലും 2% വർഷം കൂട്ടിയ എന്നുള്ള കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, 1.72 കോടി അത്രയും കിട്ടും. ഇനി അടുത്തത് നമുക്ക് എക്സ്ട്രാ എത്ര കിട്ടുമെന്നുള്ളതെന്ന് വെച്ചാൽ 22.6 ലക്ഷം രൂപയായിരിക്കും നമുക്ക് SIPയിൽ 2% വർധനവ് വരുത്തി കഴിഞ്ഞാൽ കിട്ടുന്ന ലാഭം, 22 ലക്ഷം. ഇനി മറ്റൊരു കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 17 വർഷവും നേരത്തെ പറഞ്ഞല്ലോ, EMI 2% വീതം കൂട്ടിക്കഴിഞ്ഞാൽ 17 വർഷവും 8 മാസം കൊണ്ട് ലോൺ തരും. എന്നിട്ട് നമ്മൾ വീണ്ടും 25 വർഷം വരെ അതേ EMI തുക SIPയിൽ അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്ര റിട്ടേൺ കിട്ടും എന്നൂടെ നോക്കാം. അങ്ങനെ അടച്ചാൽ മാത്രം 88 മാസം മിച്ചം ഉണ്ടാവും. ആ 88 മാസം 12% വെച്ച് റിട്ടേൺ കൂട്ടിയാൽ പോലും 56 ലക്ഷം രൂപ വീണ്ടും റിട്ടേൺ കിട്ടും. അപ്പോൾ നമുക്ക് റിട്ടേൺ എല്ലാം കൂടി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ലോൺ അടച്ച് തീർന്നതിന് ശേഷം EMI തുക SIP ആയിട്ട് തുടരുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന തുകയാണ് നമ്മൾ പറഞ്ഞത്. അതായത് നിങ്ങളൊരു 50 ലക്ഷം രൂപ ഹോം ലോൺ എടുത്ത് വീട് വാങ്ങിയതിന് ശേഷം ഈ പറഞ്ഞതുപോലെ EMIയുടെ കൂടെ SIPയും കൂടെ അടച്ച് ഉള്ള കണക്കുകളാണ് മുകളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ കണക്കും വിശദമായിട്ട് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ലാഭകരമായിട്ട് ഈ കാര്യം ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.